കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമായിരിക്കുന്നു. കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥിയാകുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച അനിശ്ചിതത്വങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു. പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രന്റെ പേര് BJPയുടെ ദേശീയ തെരഞ്ഞെടുപ്പ് സമിതി ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്പസമയം മുമ്പ് പുറത്തുവിട്ട പട്ടികയിലാണ് തെരഞ്ഞെടുപ്പ് സമിതി പേര് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 11 പേരുടെ പട്ടികയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിലാണ് കേരളത്തിൽ നിന്ന് അവശേഷിച്ച പത്തനംതിട്ടയിൽ BJPയുടെ ജനറൽ സെക്രട്ടറി കൂടിയ കെ സുരേന്ദ്രനായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി വ്യക്തമാക്കിയിട്ടുള്ളത്. കേരളത്തിലെ BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട സീറ്റിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച ആകാംക്ഷയും അഭ്യൂഹങ്ങളും നിലനിന്നിരുന്നു. ഇന്നലെ പുറത്തുവിട്ട രണ്ടാം പട്ടികയിൽ അടക്കം കെ സുരേന്ദ്രന്റെ പേര് ഇല്ലാത്തത് വലിയ തോതിൽ ആശങ്ക ഉളവാക്കുകയും പിന്നീട് വലിയ തോതിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. BJP ദേശീയ നേതൃത്വം കോൺഗ്രസിൽ നിന്ന് അടക്കം ഉള്ള ദേശീയ നേതാക്കളെ തെരഞ്ഞെടുപ്പിനായി പരിഗണിച്ചിരുന്നു എന്ന തരത്തിൽ നേരത്തെ അഡ്വക്കേറ്റ് PA ശ്രീധരൻപിള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല തുടക്കം മുതൽ തർക്കങ്ങൾ നിലനിന്നിരുന്ന ഒരു മണ്ഡലം കൂടിയായിരുന്നു പത്തനംതിട്ട. ശബരിമല വിഷയം പ്രധാനമായും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിലടക്കം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിലായിരുന്നു തുടക്കം മുതൽ പത്തനംതിട്ട മണ്ഡലത്തിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച തർക്കങ്ങൾ നിലനിന്നിരുന്നത്. ശ്രുതി, അഭിലാഷ് പറഞ്ഞതുപോലെ ശബരിമല വിഷയം പ്രചരണ ആയുധമാക്കാമെന്ന രീതിയിലുള്ള BJPയുടെ നീക്കത്തിന് കെ സുരേന്ദ്രൻ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഏറെ മുന്നിൽ നിന്നയാളാണ്. ആ സമയത്ത് പ്രതിഷേധത്തിനുമൊക്കെ മുന്നിൽ നിന്നയാളാണ്. ഈ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ BJPക്ക് പത്തനംതിട്ടയിൽ അത് എത്രത്തോളം നേട്ടമുണ്ടാക്കാനാകും? അശ്വതി, തുടക്കം മുതൽ BJP ഏറ്റവും അധികം പ്രധാനമായും ഉയർത്തിക്കൊണ്ടുവന്നത് BJPയുടെ ഏറ്റവും കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ പത്തനംതിട്ടയെ മത്സരിപ്പിക്കണം എന്നുള്ളതായിരുന്നു. അതിന് കാരണമായി പറയുന്നത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ BJPക്ക് അനുകൂലമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത് ശബരിമല വിഷയം തന്നെയാണ്. ശബരിമല വിഷയത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഈ പത്തനംതിട്ട മണ്ഡലത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി മാറുമ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് BJPയുടെ തന്നെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കണമെന്ന ഒരു പൊതുവികാരമാണ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നത്. അതേസമയം BJP സ്ഥാനാർത്ഥി പട്ടികകൾ തയ്യാറാക്കുമ്പോൾ ആഭ്യന്തരമായ സർവേകൾ അടക്കം നടത്തുകയും ചെയ്തിരുന്നു. അവിടെ നിന്ന് ഉയർന്നു വന്ന പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് അഡ്വക്കേറ്റ് PA ശ്രീധരൻപിള്ള, അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രന്റെയും പേരുകളായിരുന്നു. എന്നാൽ BJP സംസ്ഥാന നേതൃത്വം സമർപ്പിച്ച പട്ടികയിലാകട്ടെ MT രമേശ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകളും കടന്നു വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ അൽഫോൺസ് കണ്ണന്താനം പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ കേന്ദ്ര നേതൃത്വം അൽഫോൺസ് കണ്ണന്താനത്തെ അവിടെ മത്സരിപ്പിക്കേണ്ടതില്ല, പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു. പിന്നീട് MT രമേശോ കെ സുരേന്ദ്രനോ അഡ്വക്കേറ്റ് PA ശ്രീധരൻപിള്ളയോ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച അനിശ്ചിതത്വമുണ്ടായിരുന്നു. MT രമേശിന് സംഘടനാപരമായ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ നൽകുക എന്ന തീരുമാനത്തിലേക്ക് BJP ദേശീയ നേതൃത്വം കടക്കുകയും ചെയ്തു. തുടർന്നാണ് PA ശ്രീധരൻപിള്ള ഒപ്പം കെ സുരേന്ദ്രൻ എന്നിങ്ങനെ രണ്ട് പേരുകൾ പ്രധാനമായും കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ എത്തിയത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, കേന്ദ്ര നേതൃത്വത്തെ PA ശ്രീധരൻപിള്ള വിഭാഗം വളരെ കൃത്യമായി ധരിപ്പിച്ചിരുന്നത് സംഘടനാപരമായ ശക്തി എന്നതിനപ്പുറത്ത് മതസാമുദായികമായ പൂർണ്ണമായ ഒരു പിന്തുണ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പത്തനംതിട്ട മണ്ഡലത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ആ നിലയിലുള്ള പൂർണ്ണമായ പിന്തുണ ഇപ്പോൾ പത്തനംതിട്ടയിൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു BJPക്ക് എന്നുള്ളതാണ്. BJP ആ നിലയിൽ വിജയം കൊയ്യാൻ സാധ്യതയുള്ള, അതായത് ഹൈന്ദവ വോട്ടുകളുടെ കേന്ദ്രീകരണം ഉണ്ടാകും, ഏകീകരണം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ക്രൈസ്തവ വോട്ടുകളിൽ വലിയൊരു വിഭാഗം ഭിന്നിച്ചു നിൽക്കുന്ന സാഹചര്യമുണ്ട്. സർക്കാർ വിരുദ്ധമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലയിലുള്ള പിന്തുണ തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു PA ശ്രീധരൻപിള്ളയുടെ അനുമാനം. ഇത് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. അതായിരുന്നു PA ശ്രീധരൻപിള്ള മത്സരിക്കുവാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചത്. എന്നാൽ പിന്നീടുണ്ടായ സംഭവവികാസങ്ങൾ നമുക്കറിയാം. കെ സുരേന്ദ്രനല്ല പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടി അത് BJPയിലെ തന്നെ ഒരു വിഭാഗം ആളുകളെ അസ്വസ്ഥരാക്കുകയും ചെയ്തു. മാത്രമല്ല RSS പ്രവർത്തകർ ഒന്നടങ്കം കെ സുരേന്ദ്രന് വേണ്ടി നിലകൊണ്ട ഒരു സാഹചര്യവും ഉണ്ടാകുന്നു. പത്തനംതിട്ട പോലെ ഒരു മണ്ഡലത്തിൽ കെ സുരേന്ദ്രനെ പോലെ
കൂടുതൽ ആളുകൾക്ക് പരിചിതമായ ഒരു മുഖം തന്നെയായിരിക്കണം മത്സരിപ്പിക്കേണ്ടത്. കെ സുരേന്ദ്രനെ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യം RSS ഉന്നയിച്ചു. ഈ ആവശ്യം വളരെ കൃത്യമായി നമുക്കറിയാം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ സംസ്ഥാനത്ത് നിന്ന് പങ്കെടുക്കുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള, ഒപ്പം നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്, അതോടൊപ്പം സംഘടനാ സെക്രട്ടറി ഗണേഷ് ഉൾപ്പെടെയുള്ള സംഘടനാ സെക്രട്ടറിമാരും പങ്കെടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയെ കൃത്യമായി RSS ബോധിപ്പിക്കുകയായിരുന്നു കെ സുരേന്ദ്രനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ളത്. അതിന് കാരണമായി RSS പറഞ്ഞത് ഒരു പക്ഷേ സമരങ്ങൾക്ക് ആഹ്വാനം ചെയ്യുക എന്നത് നേതാക്കൾക്ക് സ്വാധീനിക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ സമരരംഗത്തേക്ക് ഇറങ്ങി വരികയും അണികളോടൊപ്പം നിൽക്കുകയും ചെയ്ത ആൾ എന്നത് കെ സുരേന്ദ്രനാണ്. ആ തരത്തിലുള്ള ഒരു ജനകീയത പത്തനംതിട്ടയിൽ സുരേന്ദ്രന് കൈവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ശബരിമല വിഷയം കേരളത്തിൽ സജീവമായി ചർച്ച ചെയ്യപ്പെട്ട സമയത്ത് ഉടനീളം BJPയുടെ മുന്നണി പോരാളിയായി മാറാൻ കെ സുരേന്ദ്രന് സാധിച്ചു. അദ്ദേഹം പലതവണ ശബരിമലയിലും സന്നിധാനത്തും പമ്പയിലും അടക്കമുള്ള സമരക്കാരോടൊപ്പം ചേരുകയും ചെയ്തതാണ്. അതിൻ്റെ പേരിലായിരുന്നു സർക്കാർ പ്രതികാര നടപടി സ്വീകരിച്ചത്. അങ്ങനെ പ്രതികാര നടപടി സ്വീകരിച്ചതിൻ്റെ ഭാഗമായാണ് കെ സുരേന്ദ്രന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് RSS ധരിപ്പിച്ചത്. ഇതിൻ്റെ ഭാഗമായി തന്നെ കെ സുരേന്ദ്രൻ്റെ പേര് സജീവമായി പരിഗണിക്കുന്ന സാഹചര്യവും കെ സുരേന്ദ്രൻ തന്നെയാകും പത്തനംതിട്ടയിൽ ഏതാണ്ട് സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും ചില ആശയക്കുഴപ്പങ്ങളുണ്ടായത് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ്. തൃശ്ശൂർ BDJSന് നൽകിയ സീറ്റാണ്. അവിടെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണം എന്ന ആവശ്യവും കേന്ദ്ര നേതൃത്വം ഉന്നയിച്ചു. പ്രത്യേകിച്ച് അമിത്ഷാ തന്നെയാണ് ഇക്കാര്യം നേരിട്ട് തുഷാർ വെള്ളാപ്പള്ളിയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ SNDP അടക്കം ഇടഞ്ഞു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അവിടെ സ്ഥാനാർത്ഥിയാകുമോ എന്നത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണത്തിലേക്ക് തുഷാർ വെള്ളാപ്പള്ളി എത്തിയിരുന്നില്ല. ഇന്ന് രാവിലെ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞതാണ് തുഷാർ വെള്ളാപ്പള്ളിയുമായി കേന്ദ്ര നേതൃത്വം അവസാനപ്പെട്ട ചർച്ചകൾ നടത്തുന്നു എന്നുള്ളത്. അതായത് തുഷാർ വെള്ളാപ്പള്ളി തന്നെ തൃശ്ശൂരിൽ മത്സരിക്കുമോ എന്നത് സംബന്ധിച്ച കൃത്യമായൊരു തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന് ലഭിക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ തുഷാർ വെള്ളാപ്പള്ളി തൃശ്ശൂരിൽ മത്സരിക്കുന്നില്ല എങ്കിൽ ഒരു പക്ഷേ സുരേന്ദ്രനെ തൃശ്ശൂരിൽ മത്സരിപ്പിച്ചുകൊണ്ട് മറ്റൊരാളെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ള ഒരു സമീപനത്തിലേക്ക് BJP കേന്ദ്ര നേതൃത്വം പോകുമായിരുന്നു. അതോടൊപ്പം തന്നെയാണ് നമ്മൾ മറ്റു ചില വാർത്തകൾ കൂടി പുറത്തുവിട്ടത്. അതായത് കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് രാജ്യസഭാ സ്പീക്കറായി അടക്കം രാജ്യസഭാ ഉപാധ്യക്ഷനായി അടക്കം പ്രവർത്തിച്ചിട്ടുള്ള നേതാവിനെ തിരികെ കോൺഗ്രസിൽ നിന്ന് BJPയിൽ എത്തിക്കുവാനും അങ്ങനെ മത്സരിപ്പിക്കാനും ഒക്കെയുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളത്. എന്നാൽ PJ കുര്യൻ അത് പിന്നീട് നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത്തരത്തിൽ ഒരു ചർച്ചകളും നടന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. എന്തായാലും പത്തനംതിട്ടയെ സംബന്ധിച്ച് ഒട്ടേറെ അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. അതോടൊപ്പം BJP പ്രവർത്തകർ വലിയ ആകാംക്ഷയിലും ഒരു പരിധിവരെ BJP പ്രവർത്തകരെ നിരാശപ്പെടുത്തുകയും ചെയ്തതാണ് പത്തനംതിട്ടയിൽ ആരാകും സ്ഥാനാർത്ഥി എന്നുള്ളത്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ BJPയുടെ ഒരു പൊതു വിലയിരുത്തൽ നേരത്തെ തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടിയിരുന്നു. ശബരിമല എന്ന ഒരു വിഷയം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് അതേപടി പ്രയോജനപ്പെടുത്താൻ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ സാധിച്ചേനെ. ഇപ്പോൾ തന്നെ നമുക്കറിയാം LDF ഒരു ഘട്ട പ്രചാരണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിൽ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പേര് പോലും ഉയർന്നു കേൾക്കുമ്പോഴും മറ്റു മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ കോൺഗ്രസും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചാരണ രംഗത്ത് മുന്നേറി കഴിഞ്ഞിരിക്കുന്ന പശ്ചാത്തലമുണ്ട്. അവിടെ BJP പ്രചാരണ രംഗത്ത് ഇപ്പോൾ പിന്നിൽ നിൽക്കുന്ന സാഹചര്യമാണ്. മാത്രമല്ല സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ പോലും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ആരെ എന്നത് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തത് കേരളത്തിലുടനീളം BJP പ്രവർത്തകരെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. BJPയിലെ പ്രത്യേകിച്ച് രണ്ടാം നിര നേതാക്കൾക്ക് വലിയ തോതിലുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു. RSSനും ഇതേ തരത്തിലുള്ള വികാരം തന്നെയായിരുന്നു. കാരണം ഇത്രമേൽ അനുകൂലമായ ഒരു സാഹചര്യം കേരളത്തിൽ പ്രയോജനപ്പെടുത്താൻ ഏറ്റവും പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തെ പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ പോകുന്നത് പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വത്തെ തുടർന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം എതിരാളികൾ പ്രത്യേകിച്ച് LDFും UDFും ആരാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി എന്ന് BJPയിലെ നേതാക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ പ്രചാരണ രംഗത്ത് ഉടനീളം ഇത്തരത്തിൽ വലിയ ആശയക്കുഴപ്പം BJPക്കുള്ളിൽ പോലും നിലനിൽക്കുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം അഴിച്ചുവിടുമ്പോൾ അതിന് കൃത്യമായൊരു മറുപടി നൽകാൻ സാധിക്കാതെ പോകുന്നു എന്ന പരാതി BJP സംസ്ഥാന ഘടകത്തിന് ഉണ്ടായിരുന്നു. അത്തരം പരാതികളെല്ലാം തന്നെ ഇപ്പോൾ പരിഹരിക്കപ്പെടുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പുകളിൽ പരിചിതമായ ഒരു മുഖം കൂടിയാണ് കെ സുരേന്ദ്രൻ. ശരി അഭിലാഷ്, ഞാൻ അഭിലാഷിലേക്ക് മടങ്ങിയെത്താം. BDJS സ്ഥാനാർത്ഥി പ്രഖ്യാപനം ചൊവ്വാഴ്ച നടത്തുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം. തുഷാർ വെള്ളാപ്പള്ളി തൃശ്ശൂർ